friends, welcome to Amazing Cooking. ഞാൻ Manjusree. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ ആണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ മിക്സ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ആശീർവാദിന്റെ ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ മിക്സ് ആണ്. 200 ഗ്രാം ആണ് ഇതിന്റെ അളവ്. അപ്പോൾ ഇനി ഇതിന് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 4-5 ഏലക്ക പൊടിച്ചത്, കുറച്ച് കുങ്കുമപ്പൂവ്. ഇത് ഗുലാബ് ജാമുന് നല്ലൊരു കളർ കൊടുക്കും. പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുക്കിംഗ് ഓയിൽ, മിക്സ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വരുമൊക്കെ ആണെങ്കിലാണ് നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏത് ഷോപ്പിൽ വേണമെങ്കിലും നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെയും തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഈസിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് പൗഡർ വേണം, മൈദ വേണം, ബേക്കിംഗ് സോഡ വേണം, നെയ്യ് വേണം. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ 100 ഗ്രാം മിൽക്ക് പൗഡർ. 100 ഗ്രാം മിൽക്ക് പൗഡറിന് 1 ടേബിൾ സ്പൂൺ മൈദ വേണം, 2 പിഞ്ച് ബേക്കിംഗ് സോഡ വേണം, 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 4-5 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാല് ചേർത്തിട്ട് ഈ മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എത്ര കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ഡോ കുഴച്ചെടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി അടുപ്പത്ത് വെച്ച പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. എത്ര പഞ്ചസാരയാണോ അതിൻ്റെ ഡബിൾ വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞു വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് ഈ ലോ ഫ്ലെയിമിലിരുന്നിട്ട് ഈ ഷുഗർ സിറപ്പ് കുറച്ച് കട്ടിയായിട്ട് വരണം. അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഗുലാബ് ജാമുന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗുലാബ് ജാമുൻ മിക്സിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരു ടേബിൾ സ്പൂൺ അളവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഞാനിത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരിക്കലും ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ നോക്കരുത്. കാരണം ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാവ് അങ്ങോട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എത്ര സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നോ അതനുസരിച്ചിട്ട് സോഫ്റ്റ്നെസ് നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടായിരിക്കും. ഗുലാബ് ജാമുൻ മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താണ് ഞാനിത് കുഴച്ചെടുത്തത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വല്ലാതെ കുഴഞ്ഞു പോവും. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിനെ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അധികം വലുപ്പം വേണ്ട, ചെറിയ പോർഷൻസ് മതി. കാരണം ഇത് എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ വലിപ്പം കൂടി വരും. അപ്പോൾ അതോടെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഇത് ഓരോന്നും എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് ഒരു ക്രാക്കും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് സോഫ്റ്റായിട്ട് മിനുത്ത് വരണം ഇത് ഉരുണ്ട് വരുമ്പം. കാരണം ഇത് ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ തന്നെയും എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ആ ക്രാക്ക് വലുതായിട്ട് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഓരോരോ ബോൾസും ഉരുട്ടിയെടുക്കുക.
ഇപ്പോൾ ഗുലാബ് ജാമുൻ ബോൾസ് റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ സമയം തന്നെ നമ്മുടെ ഷുഗർ സിറപ്പും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഇത് ഒട്ടുന്നുണ്ട് പശ പോലെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതൊരു നൂൽപ്പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവ് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഒരു നല്ല കളർ കിട്ടാനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് അപ്പുറത്ത് കാണുന്ന ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അവിടെ ഇരുന്നത് ചെറിയ ചൂടിൽ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ ഗ്യാസിൽ നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗുലാബ് ജാമുൻ ബോൾസൊക്കെ ഇവിടെ റെഡിയാണ്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ബോൾസിനകത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയം ഒരു 3 ബോൾസാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ. ഗ്യാസ് ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകം ശരിക്കും വേവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ക്രാക്ക് ആകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഗുലാബ് ജാമുൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി ചൂടായി കിടക്കുന്ന ഷുഗർ സിറപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ സിറപ്പ് നല്ല ചൂടുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ ഷുഗർ അബ്സോർവ് ചെയ്യുള്ളൂ. എല്ലാ ബോൾസും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഗുലാബ് ജാമുൻസും ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു ½ അവർ റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ടേസ്റ്റി ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് അതേസമയം തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.